ചില മനുഷ്യർ ചരിത്രത്താളുകളിൽ ഓർമ്മിക്കപ്പെടുന്നത് അവരുടെ നല്ല പ്രവർത്തികൾ കൊണ്ടല്ല, മറിച്ച് അവർ പടർത്തിവിട്ട ഭയവും ദുരൂഹതയും കൊണ്ടാണ്. ദ വിക്കഡസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ എന്ന് പത്രങ്ങൾ വിശേഷിപ്പിച്ച വ്യക്തി. ആഭിചാരങ്ങൾ, കറുത്ത ശക്തികൾ, സാത്തനിക് ആചാരങ്ങൾ, നിഗൂഢ സൊസൈറ്റികൾ, ഇതെല്ലാം കേവലം കെട്ടുകഥകളാണെന്ന് വാദിച്ച അലസ്റ്റർ ക്രോളി. ആരായിരുന്നു അയാൾ? കേവലം ഒരു ഭ്രാന്തനോ, അതോ ഇരുട്ടിന്റെ ശക്തികളെ ആവാഹിച്ച ഒരു മാന്ത്രികനോ? ഇനി വരാൻ പോകുന്ന നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു ജീവിതത്തിലൂടെയാണ്. ചില മനുഷ്യർ ജനിക്കുന്നത് സാത്താന്റെ വിത്തുകളായാണ്. 1875 ഒക്ടോബർ 12 ഇംഗ്ലണ്ടിലെ വാർവിക്ക്ഷയറിൽ ഒരു കുട്ടി ജനിച്ചു. എഡ്വേർഡ് അലക്സാണ്ടർ ക്രോളി. തീവ്രമായ ക്രിസ്ത്യൻ വിശ്വാസമുള്ള ഒരു കുടുംബമായിരുന്നു അവൻ്റേത്. എന്നാൽ കുഞ്ഞുനാൾ മുതൽ തന്നെ മൃഗങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൽ തൽപരനായിരുന്നു അവൻ. പറഞ്ഞു കേട്ടൊരു സംഭവമുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ ഒരു പൂച്ചയ്ക്ക് 9 ജീവനുണ്ടോ എന്നറിയാൻ വേണ്ടി അവൻ അതിനെ തല്ലി ചതച്ചു. ശേഷം കഴുത്ത് ഞെരിച്ച് ഒടുവിൽ ജീവനോടെ കത്തിച്ചു. അവന്റെ ക്രൂരതകൾ കണ്ട സ്വന്തം അമ്മ പോലും അവനെ വിളിച്ചത് ദ ബീസ്റ്റ് 666 എന്നായിരുന്നു. കുടുംബത്തിന്റെ മതം ഉപേക്ഷിച്ച് ദൈവത്തെ വെല്ലുവിളിച്ച് അവൻ വളർന്നു. ഇരുട്ടിന്റെ മാന്ത്രിക ലോകത്തേക്ക് അവൻ പടവുകൾ കയറാൻ തുടങ്ങിയിരുന്നു. 1790കളിൽ ലണ്ടനിൽ അക്കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു രഹസ്യ സൊസൈറ്റി ഉണ്ടായിരുന്നു, ഹെർമെറ്റിക് ഓർഡർ ഓഫ് ദ ഗോൾഡൻ ഡൗൺ. അമാനുഷിക ശക്തികളെ വശത്താക്കാൻ ശ്രമിക്കുന്നവരുടെ കൂട്ടായ്മയായിരുന്നു അത്. ക്രോളി രഹസ്യമായി അവിടെ എത്തുകയും തൻ്റെ പേര് അലീസ്റ്റർ ക്രോളി എന്ന് മാറ്റി എഴുതുകയും ചെയ്തു. അവിടെയുള്ള മറ്റംഗങ്ങളെ പോലും ഭയപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവൻ്റെ ആഭിചാരക്രിയകൾ. മൃഗങ്ങളുടെ രക്തം കുടിക്കുക, സ്വന്തം ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി രക്തമൊഴുക്കുക, ആത്മാക്കളെ ആവാഹിക്കുക. മറ്റു മാന്ത്രികർ പോലും ക്രോളിയെ ഭയന്ന് ആ സൊസൈറ്റിയിൽ നിന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി. എന്നാൽ ക്രോളിക്ക് ഇതൊന്നും പോരായിരുന്നു. അവൻ തിരഞ്ഞത് അതിലും വലിയ കറുത്ത ശക്തികളെയായിരുന്നു. 1904 ക്രോളി തന്റെ ഭാര്യ റോസ് കെല്ലിയുമൊത്ത് ഈജിപ്തിലെ കെയ്റോയിലെത്തി. അവിടെ വെച്ച് തന്റെ ഭാര്യയെ അവൻ ഒരു മീഡിയമായി ഉപയോഗിച്ച് 3 ദിവസത്തോളം പ്രേതാവാഹനം നടത്തി. ഇരുണ്ട മുറിയിൽ വെച്ച് ഐവാസ് എന്ന ഭയങ്കരമായ അദൃശ്യ ജീവി ക്രോളിയുടെ കാതുകളിൽ മന്ത്രിച്ചു. അങ്ങനെ പിറന്ന പുസ്തകമാണ് ദ ബുക്ക് ഓഫ് ദ ലോ. ക്രോളി ലോകത്തിന് നൽകിയ സന്ദേശവും ഈ പുസ്തകത്തിലെ സന്ദേശവും ഒന്ന് തന്നെയായിരുന്നു. നിനക്ക് ശരിയെന്ന് തോന്നുന്ന എന്താണെങ്കിലും ധൈര്യമായി അത് ചെയ്യുക. ലൈംഗികതയും ലഹരിയും രക്തച്ചൊരിച്ചിലും കലർന്ന തലൈമ എന്ന സാത്താനിക് ദർശനം അന്ന് അവിടെ തുടക്കം കുറിച്ചു. ശേഷം 1920 ഇറ്റലിയിലെ സിസിലിയിൽ ക്രോളി ഒരു ആശ്രമം തുടങ്ങി, അബേ ഓഫ് തെലീമ. കേൾക്കുമ്പോൾ ആശ്രമമാണെങ്കിലും ചരിത്രം കണ്ട ഏറ്റവും വലിയ നരകമായിരുന്നു അത്. ക്രോളിയെ ദൈവമായി ആരാധിക്കുന്ന ഒരു കൂട്ടം അനുയായികൾ അവിടെ തടിച്ചുകൂടി. അവിടെ നടന്നത് മനുഷ്യ മനസ്സിന് സങ്കല്പിക്കാൻ കഴിയാത്തത്ര വലിയ ക്രൂരതകളായിരുന്നു. കൊച്ചുകുട്ടികൾക്ക് ലഹരി മരുന്ന് നൽകി ആഭിചാരങ്ങൾക്ക് ഇരയാക്കുക, മൃഗങ്ങളുടെ തലയർത്ത് രക്തം കുടിക്കുക. അവിടെ എത്തുന്ന സ്ത്രീകൾ ക്രോളിയുടെ ഭ്രാന്തൻ ആഗ്രഹങ്ങൾക്ക് ഇരയാവുകയും മാനസിക നില തെറ്റി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ക്രോളി അവരെ വിളിച്ചിരുന്നത് സ്കാർലറ്റ് വിമൺ എന്നായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം തന്നെ ഒരുപാട് നാൾ നീണ്ടു നിന്നു. പക്ഷേ ഇതിനെല്ലാം ഒരു അന്ത്യം വന്നത് ക്രോളിയുടെ ജീവിതത്തിലെ കറുത്ത നിഴൽ വീണത് 1923 റൗൾ ലൗഡെ എന്ന കേംബ്രിഡ്ജ് ബിരുദധാരിയായ യുവാവ് ആ ആശ്രമത്തിലെത്തി. മാന്ത്രിക ചടങ്ങുകളുടെ ഭാഗമായി ഒരു കാട്ടുപൂച്ചയുടെ കണ്ടനാളം ഛേദിച്ച് പച്ച രക്തം കുടിക്കാൻ ക്രോളി അവനെ നിർബന്ധിച്ചു. അവനത് കുടിക്കുകയും ദിവസങ്ങൾക്കുള്ളിൽ രക്തം ഛർദ്ദിച്ച് അതിദാരുണമായി മരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ദിസ് ഈസ് ദ വിക്കഡസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഇവനാണ് ലോകത്തിലെ ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ. ചരിത്രം നോക്കിയാൽ ക്രോളിയുമായി ബന്ധപ്പെട്ട ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അവന്റെ ആദ്യ ഭാര്യ റോസ് കെല്ലി ഭ്രാന്ത് പിടിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അടയ്ക്കപ്പെട്ടു. രണ്ടാമത്തെ ഭാര്യയും ഭ്രാന്തിയുടെ അവസ്ഥയിലായിരുന്നു. അവന്റെ ആഭിചാരങ്ങളിൽ പങ്കെടുത്ത പല അനുയായികളും ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അതിദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. തൻ്റെ ആഭിചാരക്രിയകൾ തടയാൻ ശ്രമിച്ച സൊസൈറ്റിയിലെ ശത്രുക്കളെ എല്ലാം തന്നെ അവൻ കറുത്ത മന്ത്രങ്ങൾ കൊണ്ട് ശപിച്ചു. പലരും ദുരൂഹമായ രോഗങ്ങൾ വന്നു.
അപകടത്തിൽപ്പെട്ടു മരിക്കുകയുണ്ടായി. തന്റെ വഴിയിൽ തടസ്സമായി നിന്ന എല്ലാവരുടെയും ജീവിതം അവൻ തകർത്തെറിഞ്ഞു. എന്നാൽ കർമ്മ എന്ന പ്രതിഭാസം ആരെയും വെറുതെ വിടില്ല. അലസ്റ്റർ ക്രോളിയെയും വെറുതെ വിട്ടില്ല. ഇറ്റലിയിൽ നിന്ന് മുസോളിനി അവനെ നാടുകടത്തി. കയ്യിൽ പണമില്ലാതെ വയോധികനായതോടെ ക്രോളി ഒറ്റപ്പെട്ടു. ഹെറോയിൻ എന്ന കടുത്ത ലഹരിക്ക് അടിമപ്പെട്ട് ഭ്രാന്തിൻ്റെയും ഹാലൂസിനേഷൻ ലോകത്ത് അയാൾ കഷ്ടപ്പെടേണ്ടി വന്നു. തൻ്റെ മുറിയുടെ ഇരുണ്ട കോണുകളിൽ അദൃശ്യ രൂപങ്ങൾ കണ്ട് അവൻ നിലവിളിച്ചു. അവസാനം 1947 ഡിസംബർ 1 തൻ്റെ 72-ാം വയസ്സിൽ അലസ്റ്റർ ക്രോളി മരിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവൻ പറഞ്ഞ അവസാന വാചകം, "ഞാൻ കുടുങ്ങിയിരിക്കുന്നു, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകൂ" എന്നായിരുന്നു. അവൻ്റെ ശവസംസ്കാര ചടങ്ങ് വലിയൊരു ബ്ലാക്ക് മാസ് ആയിരുന്നു. അനുയായികൾ അവനെ സാത്താനിക് കവിതകൾ ചൊല്ലിയാണ് യാത്രയാക്കിയത്. അവസാനം ലോകം ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. എന്നാലും ചരിത്രം അവന് നൽകിയ പേര് മാഞ്ഞുപോയില്ല. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ ഇന്ന് അവൻ ജീവിച്ചിരിപ്പില്ല. എന്നാൽ അവൻ അവശേഷിപ്പിച്ച പുസ്തകങ്ങളും കറുത്ത ആചാരങ്ങളും ഇന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നിഗൂഢമായി നടക്കുന്നുണ്ട്. ചിലർ അവനെ ഒരു തത്വചിന്തകനായി കാണുന്നു. എന്നാൽ ഭൂരിഭാഗം ആളുകളും അവനെ ഇപ്പോഴും സാത്താന്റെ മനുഷ്യരൂപമായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?